അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ ഖുർആനിൽ 7 ഇടങ്ങളിലായി പരാമർശിക്കുന്നുണ്ട്. അൽ ബഖറയിൽ, അൽ ആറാഫിൽ, അൽ ഹിജ്റയിൽ, അൽ ഇസ്രായിൽ, അൽ ഖാഫിൽ, അത്വാഹയിൽ, അസ്സാദിൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ സൂറ അൽ ബഖറയിലും സൂറ അൽ ഇറാഫിലും. സൂറ അൽ ബഖറയിലാണ് തുടക്കം കുറിക്കുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം, അതും ഖുർആനിലെ ആദ്യത്തെ മനുഷ്യരെക്കുറിച്ചുള്ള കഥയും ഇതാണ്. ഈ കഥ ഒരു മനുഷ്യൻ എന്ന നിലയിൽ വ്യക്തിപരമായി നമ്മളെയൊക്കെയും ഏറെ സ്വാധീനിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ നിന്ന് ആദ്യത്തെ കഥയായി അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതും മനുഷ്യനെക്കുറിച്ച് പറയാനാണ്. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതിനാലാണത്. ഇനി അതിൽ നിന്ന് അൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിലേക്കൊന്ന് നോക്കൂ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇസ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. യാതൊരു മുഖവുരയും കൂടാതെ നേരിട്ട് അള്ളാഹു പറയുകയാണ്. അദ്ദേഹം മലക്കുകളോട് ഇങ്ങനെ സംവദിക്കുന്നു. വഇസ് ഖാല റബ്ബുക ലിൽ മലായികതി, മലക്കുകളെ, ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ഞാനിതാ എൻ്റെ ഖലീഫമാരായി പുതിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കുന്നു. ഈ കൂട്ടർ എവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? മറ്റെവിടെയുമല്ല. ഇന്നി ജാഇലുൻ ഫിൽ അർള്. ഇനി അവർ എവിടേക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്? അർള്, ഭൂമിയിൽ. ഇനി ഇക്കൂട്ടരെ അള്ളാഹു സൃഷ്ടിച്ചു കഴിഞ്ഞോ? ഇല്ല, ഇനി സൃഷ്ടിക്കാനിരിക്കുകയാണ്. അള്ളാഹു പറയുന്നത് അടുത്ത നിമിഷം ഞാൻ പുതിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ അവരെ സൃഷ്ടിക്കുന്നത്? ഖലീഫയായി. എവിടെ? ഭൂമിയിൽ. ഒരു നിമിഷം, ഞങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നത് ഒരു ശിക്ഷയല്ലേ? എനിക്ക് കാര്യങ്ങൾ വ്യക്തമായില്ല. ഹവ, അവൾ ആരാണ്? എന്താണ് അവൾ ചെയ്തത്? അവളിൽ കുറച്ച് പാപമുണ്ടായിരുന്നതിനാൽ അവൾ അവനോട് മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചു കഴിക്കാൻ പറയുന്നു. അവർ കഴിക്കുന്നു. ഇത് കണ്ട് അള്ളാഹു കോപിക്കുന്നു. അതിനാൽ അദ്ദേഹം അവരോട് താഴേക്കിറങ്ങി ഒരു ശിക്ഷയെന്നോണം ഭൂമിയിൽ ജീവിക്കാൻ പറയുന്നു. നമ്മളായിട്ട് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മളെല്ലാവരും ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ആദ്യ പിതാവ് അത്രയും രുചിയുള്ള ആ പഴം കഴിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ചിലപ്പോൾ സ്വർഗത്തിൽ ഇരുന്നേനെ. ഒരുപക്ഷെയാണ് കേട്ടോ. ഇനി എല്ലാം നിർത്തിവെച്ച് അള്ളാഹു പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിങ്ങൾ തങ്ങളുടെ വേദഗ്രന്ഥം പഠിക്കുന്ന രീതി കണ്ട് പലപ്പോഴും എനിക്ക് ദേഷ്യം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്. പലപ്പോഴും മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിക്കാറുള്ളത് പിന്നിൽ ആരോ വടിയെടുത്ത് പിടിച്ചു നിൽക്കുന്ന പോലെയാണ്. അവരെ പേടിച്ച് വേഗം വായിക്ക്, നിങ്ങൾക്ക് സമയമെടുത്ത് വായിക്ക്. എന്തിനാണ് നിങ്ങൾ ഇത്ര ധൃതി കാണിക്കുന്നത്? നിങ്ങൾ മേക്കപ്പ് ഇടാൻ ഇത് കാണിക്കാറില്ലല്ലോ. നമ്മൾ ധൃതി കാണിക്കേണ്ടതില്ല, പകരം കൃത്യമായി വായിക്കൂ. അള്ളാഹു നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കൂട്ടത്തെ ഭൂമിയിലേക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അതാണ് അവരെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം. ഉത്തരവാദിത്തം നൽകിക്കൊണ്ടാണ് ഞാൻ അക്കൂട്ടരെ സൃഷ്ടിച്ചത് പോലും. അല്ലാതെ ഒരിക്കലും ഉല്ലാസത്തിനോ കൗതുകകരമായ എന്തെങ്കിലും ചെയ്യാനോ അല്ല, ഒരിക്കലുമല്ല. ഈ കൂട്ടർ സ്വർഗത്തിൽ ജീവിച്ച് അവിടെ ഉന്മാദിക്കാൻ നിയോഗിക്കപ്പെട്ടവരല്ല. കാലക്രമേണ അവിടെ എത്താം, എന്നാൽ അതിനു മുന്നേ അവനവന്റെ ഉത്തരവാദിത്തം ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇണയെ വിദേശത്തൊരു ദൗത്യത്തിനായി പോയാൽ അത് അദ്ദേഹം എന്തായാലും ഏതാനും ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ പൂർത്തിയാക്കണം. എന്നിട്ട് തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുകയുള്ളൂ. ഈ ദൗത്യം പൂർത്തീകരിക്കാതെ നിങ്ങൾക്കൊരിക്കലും വേതന ലഭിക്കുകയില്ല. ഇനി ഈ പാരിതോഷികം കിട്ടുമെന്ന് ഉറപ്പാണോ? ഇല്ല. ദൗത്യം പൂർത്തീകരിച്ചാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ തിരിച്ച് കാര്യത്തിലേക്ക് വരാം. അടിസ്ഥാനപരമായി നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. അവരവിടെ തന്നെയാണ് ജീവിച്ചു തുടങ്ങിയത്. എന്നാൽ അവർ അവിടെ തന്നെയാണോ തുടരേണ്ടിയിരുന്നത്? അല്ല എന്നുറപ്പിച്ചു പറയാം. എന്താണ് അതിന് തെളിവ് എന്നാണോ? ഇന്നി ജാഇലുൻ ഫിൽ അർള്. അതാണ് അതിൻ്റെ തെളിവ്. അള്ളാഹു നമ്മളോട് പറയുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും, അത് നിങ്ങളുടെ ഇടമാണ്, നിങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു വരും. എന്നാൽ ഇത് നിങ്ങളുടെ പാരിതോഷികം കൂടിയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ദൗത്യം ചെയ്ത് പൂർത്തിയാക്കി തിരിച്ചു വരൂ. ഭൂമിയല്ല നിങ്ങളുടെ വീട്, അത് കേവലം നിങ്ങളുടെ പണിയിടം മാത്രമാണ്. നിങ്ങളുടെ ഇണ ഏതെങ്കിലും ദൗത്യത്തിനായി ചെറിയ കാലയളവിലേക്ക് പോയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഷോപ്പിങ്ങിന് ഉപയോഗിച്ചു തീർത്തെന്ന് കരുതുക.
നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ദൗത്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ ഈ സമ്പാദ്യം തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ. ഖലീഫ എന്നാൽ പിൻഗാമിയാണ്. ഖലീഫയുടെ ഒരർത്ഥം അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ ദൗത്യം ഒരു പിൻഗാമിയാകാനാണ്. ആരുടെ? അള്ളാഹുവിൻ്റെത്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങുമ്പോൾ, സാറയെ വിട്ടിറങ്ങുമ്പോൾ ഞാൻ പറയുന്നു, സാറ, ഈ വീട്ടിലെ എൻ്റെ പിൻഗാമി നീയാണ് എന്ന് കരുതി എൻ്റെ വീട് സ്വാഭാവികമായും സാറയുടെ പേരിൽ ആവുമോ? ഇല്ല, അത് എൻ്റെ വീട് തന്നെയാണ്. സാറയ്ക്ക് ആ വീട് സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. അവരുടെ ദൗത്യം വീട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അതിനുവേണ്ടി പല രീതികളിൽ അവർക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ നിങ്ങളുടെ ദൗത്യം ഒരു പിൻഗാമിയാകാനാണ്. നിങ്ങളെ താഴേക്ക് അയച്ചു കഴിഞ്ഞാൽ പിൻഗാമിയായി ആ വീട് സൂക്ഷിക്കണം. അള്ളാഹുവാണ് ഇതിൻ്റെ അവകാശി. അതായത് നിങ്ങളുടെ വീട് നിങ്ങളുടേതല്ല. നിങ്ങളുടെ വാഹനം, വസ്ത്രം, മക്കൾ, സമ്പാദ്യം, ജോലി, നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊക്കെയും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് നമുക്ക്. ഒന്നും നമ്മളുടേതല്ല. മനുഷ്യകുലത്തിന് സ്വതന്ത്ര ഇച്ഛകളില്ലേ? തീർച്ചയായും ഉണ്ട്. എന്നാൽ അത് ഖലീഫ എന്ന പരിമിതിക്കകത്താണ്. ഖലീഫ എന്നതിന് മറ്റൊരു രസകരമായ അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ഖലീഫമാരെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കഴിയുകയും വേണം. എന്തിനെന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകരം ആ ദൗത്യം തുടരേണ്ടത് അവരാണ്. അതിനർത്ഥം ഇവിടെ ഉള്ളിടത്തോളം കാലം മനുഷ്യരെന്ന രീതിയിൽ 2 ദൗത്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ എൻ്റെ വീട് സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അതായത് ഭൂലോകം തന്നെ, അതും അള്ളാഹുവിൻ്റെ അധികാരത്തിന് കീഴിലുള്ളവ. എന്നാൽ അതുമാത്രമല്ല, അതിനോടൊപ്പം മറ്റ് ഖലീഫമാരെ ഉണ്ടാക്കുകയും വേണം. നിങ്ങൾക്ക് ശേഷം ഖലീഫ ആകാനായി അവരെ പരിശീലിപ്പിക്കണം.